എന്തായാലും നമ്മുടെ വിന്നർ അനൗൺസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ വിന്നർ എന്ന് വെച്ചാൽ എവിടെയാ പോകുന്നത്? ആ മുഖത്തുള്ള ദേഷ്യം നോക്കും മുടി ജീവി കൊടുക്കുമ്പോഴത്തേക്ക്. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ രാവിലെ ലിയനെ സ്കൂളിൽ പറഞ്ഞു വിടണം. അതിനുശേഷം ഇന്ന് മോളുടെ പാസ്പോർട്ട് എടുക്കാൻ പോകണം. അയ്യോ, എല്ലാം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇമർജൻസി ആയിട്ട് ഓർഡർ ചെയ്ത് ഇന്നലെ വന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ മോളെയും കൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരാൾ ഇറക്കം എണീച്ച് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ആക്ച്വലി ഞാൻ 5:30 എണീറ്റ് എനിക്ക് മോക്ക് പാലും കൊടുക്കണമെന്ന് പമ്പ് ചെയ്യണമായിരുന്നു. ഞാൻ എണീച്ചില്ലെങ്കിൽ ഞാൻ പൊട്ടി ചെത്തെറിച്ച് ചത്ത് വേനെ. ഇപ്പോൾ അതാ അലാറം അടിച്ച് ചോദിച്ചു 6:30 എണീച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ ഇന്നലെ നീ എന്നെ വഴക്ക് പറഞ്ഞു. ഇന്നലെ ഞാൻ കിച്ചണിൽ കയറാൻ പാടില്ല, കിച്ചണിൽ കയറി കൈ തല്ലി പിടിക്കുന്നത്. എന്തിനങ്ങനെ പറഞ്ഞു? ഞാൻ നല്ല കുക്കല്ലേ. ഞാൻ എന്ത് ചെയ്തത് കാണിച്ചു തരാൻ. ഞാൻ ബുദ്ധിപൂർവ്വം രാത്രി കഴിക്കാനുള്ള ആഹാരം കാണിച്ചു തരുന്നത് കണ്ടാലേ മനസ്സിലാവുക. മേലെ കിച്ചണിൽ കയറി പോകില്ല, കൈ തല്ലി പിടിക്കുന്നു പറഞ്ഞതിന് റീസൺ ഇതാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കി വെച്ചേക്കണ കണ്ടോ നിങ്ങള്? ചുരുങ്ങി ഇത്തിപ്പുലിയുള്ള സാധനം ഇനി ബാക്കി എല്ലാത്തിനും ചുരുക്കി വെച്ചേക്കുക. കഴിക്കാൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം ചുരുക്കി വെച്ച് അവസാനം ഞാൻ എന്നിട്ട് പോർക്ക് പോർക്ക് നമ്മുടെ പന്നി അരച്ച് ഞാൻ മാരിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ വഴിക്ക് വന്നു വരുന്നുണ്ട്. കൈ തല്ലി പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ കിച്ചന്റെ പരിസരത്തുനിന്ന് ഞാൻ ഇറങ്ങി പോയി. എനിക്ക് കുക്കിംഗ് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, എനിക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ പറ്റാത്ത പണിക്ക് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ ലീന റെഡിയാക്കിയിട്ടുണ്ട്. ജാക്കറ്റ് ഓക്കെ ഓക്കെ. തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു കാറ്റുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുപോയി ബസ് കയറ്റി വിടാം നമുക്ക്. അങ്ങനെ ലിയനെ ബസ് കയറ്റി വിടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി വന്നു. അവൻ്റെ കുപ്പി അവിടെ എവിടെയോ തറയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കയറിപ്പോയി. കുപ്പി എടുക്കുന്നവരെ ഞാൻ ഇവിടെ നോക്കി നിൽക്കുക ബസ് വരാതിരിക്കാൻ. സോ അവന് ബസ് കയറ്റി വിട്ടിട്ട് ഇനി മോളെയും കൊണ്ട് രചന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെ മാത്രമേ അവർ അർജൻറ്റ് പാസ്പോർട്ട് കൊടുക്കത്തുള്ളൂ. സോ അവൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ലിയാൻ വാടാ, പെട്ടെന്ന് വാ, ബസ്സിപ്പോൾ വരും. കിട്ടിയോ വെള്ളം? ആ മുഖത്ത് ഇട്ട് വെച്ചേക്ക് നോക്ക്. എന്തെങ്കിലും ആവട്ടെ, സ്കൂളിലെത്തിയാൽ മതി അവൻ. വാ 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 വാ, ബസ്സിൽ പോരും. വാ, ബസ് വന്ന്. ബായ് ലിയാൻ. അങ്ങനെ യോജി ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് അവൾക്ക് പാല് കൊടുത്തു. ഞാൻ ഒരു സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ലിയനെ ബസ് കയറ്റിയ സമയത്ത് അവൾക്ക് പാല് വേണമെങ്കിലോ എന്ന് വെച്ചിട്ട്. ബട്ട് ഞാൻ വന്നിട്ടാണ് ബാക്കി കുടിച്ചത്. പകുതി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം നമുക്കൊന്ന് ഇറങ്ങാം. ഞാൻ ആദ്യമേ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇച്ചിരി തണുപ്പുണ്ടോ പുറത്ത്? ഫുൾ ഡ്രസ് ഇട്ടേക്കോ പിന്നെ? ബോ വയ്ക്കാലോ ചുണ്ടിരിപ്പനായിട്ട് പോവാൻ. ബോ വയ്ക്കാൻ പോവാം. ഓ ബേപ്പ് ചെയ്ത് ഗുഡ് ഗേൾ. അങ്ങനെ നമ്മൾ കൊച്ചിൻ്റെ ഈ ഡീറ്റെയിൽസും കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇതാ യോജിയ വണ്ടി ഓടിക്കുന്നത്. പീസൊക്കെ കാണിച്ചോട്ടെ. പുതിയ കണ്ണാടി എടുക്കട്ടെ. 5 വർഷമായ കണ്ണാടി കാണട്ടെ. Wow, handsome guy. Will you marry me? ലിയാൻ എന്തായാലും സ്കൂളിൽ പോയത്. മോളിവിടെ ബാക്കി ഇരിപ്പുണ്ട്. അവളോ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി എത്ര നേരം ഇരിക്കണം എന്നൊന്ന് ചോദിച്ചാൽ അറിഞ്ഞോളൂ. കാരണം അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അടുത്ത അപ്പോയിൻമെൻറ്റ് ജൂലൈയിലേ ഉണ്ടായിരുന്നു. ജൂലൈ 16-ാം തീയതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജൂണിൽ നാട്ടിൽ വരണം. സോ നമ്മൾ അവിടെ പോയി ഇരിക്കാം. അവളിനി അടുത്ത 2.5 മണിക്കൂറെങ്കിലും അവൾ എണീക്കത്തില്ല. നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തകത്ത് എല്ലാം ഒന്ന് ചെയ്യാൻ കഴിയാൻ പറ്റിയായിരുന്നാൽ മതിയായിരുന്നു. അവളെ എണീക്കുകയാണെങ്കിൽ നമുക്ക് അത് സ്ട്രെച്ച് ചെയ്യിപ്പിക്കാം. സോ നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ കൊച്ചും കൊണ്ട് യോജി ഇറങ്ങി. എനിക്ക് ബാഗും കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ സർവീസ് കാനഡ. ഇവിടെ വേണം നമുക്ക് പോകാൻ. പോയിട്ട് എത്ര നേരം എടുക്കുമെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും പോയി കാര്യം സാധിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ പാസ്പോർട്ട് ഫോട്ടോ റിജക്റ്റായി. ഇന്നലെ പോയി ഒരു 3/4 മണിക്കൂർ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവൾക്ക് ഒരു ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അവളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നു. ഒരു കാരണവശാലും പെണ്ണ് എണീക്കില്ല എന്ന് തീരുമാനിച്ചു.
അങ്ങനെ കുറേ നേരം നമ്മൾ ഇങ്ങനെ കിടന്ന് അവളെ എണീപ്പിക്കാനുള്ള പരിപാടിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് ഫോട്ടോന് നമുക്ക് വെള്ള ഉടുപ്പ് മാത്രം ഇടാനും പറ്റത്തില്ല. അങ്ങനെ വെള്ളം മാറ്റിയിട്ട് പിങ്ക് ഡ്രസ്സിട്ട് അവളെയും കൊണ്ട് നമ്മൾ പാടുപെട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പണി തീർന്നു. ജൂൺ 4 തീയതിക്കകത്ത് ഇവിടെ പാസ്പോർട്ട് കിട്ടും. മുൻകൂട്ടി ഞാൻ ടിക്കറ്റ് എടുത്തപ്പോഴേ ചെറിയ ടെൻഷനായിരുന്നു സാധനം സമയത്ത് കിട്ടുമെന്ന്. ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ 4 തീയതി അല്ലെങ്കിൽ 10 വീട്ടിൽ കിട്ടും. ഒരു കുഴപ്പമില്ല. 4 ഞാൻ രാവിലെ വന്ന് ഇവിടെ നിന്നോളാം. അപ്പോൾ രാവിലെ ഒന്നും വരണ്ട, 1 മണി തൊട്ട് 4 മണിക്ക് ഇടയ്ക്ക് വന്നാൽ മതി, അപ്പോഴേ സാധനം കിട്ടുള്ളൂന്ന്. ഒരു കുഴപ്പമില്ല, വരാമെന്ന് പറഞ്ഞ്. ഇനി സമാധാനത്തോടെ നമുക്കിനി കുറച്ച് ദിവസം ഇരിക്കാം. അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർ സീറ്റും സ്ട്രോളറും ഒരുമിച്ച് വരുന്ന ഒരു ഡുവൽ റൈഡിൻ്റെ ഒരു സാധനമാണിത്. ഇത് നമ്മുടെ ഈവൻ ഫ്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ. നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോടാ. എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലേ. ചരിച്ചെടുത്താലോ? ചരിച്ച് മോളെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ടുണ്ട്. കാണാമോ നമുക്ക്? വീട്ടിൽ കുറേ സാധനം വെച്ച് ഇനി കുറച്ച് ഐറ്റംസേ വീട്ടിൽ ചുറ്റാകുള്ളൂ. ഈ ടി വി ആണ് ഇനി അടുത്തത്. വീടിൻ്റെ റൂമിൽ ചെറിയ ടി വി ഉണ്ട്. കൊള്ളാല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ആ പ്രൊട്ടക്ഷൻ കണ്ടോ, ഓരോ സെറ്റപ്പും കാര്യങ്ങളും. എന്തോ ബാഗോ? ഓ, സ്ട്രോളറുടെ താഴെ ഇടാനുള്ളതാ. സ്ട്രോളറുടെ താഴെ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇടാനുള്ളതാ. സെറ്റല്ലേ? പുതിയ വണ്ടി ഓടിച്ചു വെക്കട്ടെ. ഇഷ്ടപ്പെട്ട പുതിയ വണ്ടി, പൊന്നിന്റെ ആദ്യത്തെ പുതിയ വണ്ടിയാണ്. സങ്കടം. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു വൈഫൈയുടെ സെറ്റപ്പ് ഉണ്ട്. അതിൽ എനിക്കൊന്ന് സെൻസർ കുഞ്ഞനങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സെൻസർ വായിച്ചു നോക്കാം എന്താ പരിപാടിയാണ്. ഞാൻ കടയിൽ പോയി 1-2 സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് മോൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ ഇന്ന് ഓൾറെഡി നമ്മൾ ഒരുപാട് ശല്യം ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി സാധനം മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അതാ ലീന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവൻ എന്താണ് ഇന്ന് ഇച്ചിരി ലേറ്റ് ആവുന്നതെന്ന് അറിഞ്ഞൂടാ. എന്നാലും വരുമായിരിക്കും, വരാതിരിക്കില്ലല്ലോ. അവൻ്റെ ബസ് വരുന്നുണ്ട്. അവനിപ്പോൾ വന്ന് ഇവിടെ ഇറങ്ങും ബസ്സിൽ. അങ്ങനെ നമ്മുടെ നിലാമോളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഇന്ന് പോയി കുറേ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഴുക്കിൽ കൊണ്ടാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് പെണ്ണിനെ. എവിടെ പോയി ലിയാൻ? എവിടെ പോയി നീ? ഓരോ സൂഷി ഉണ്ടാക്കാൻ പോണെന്ന്. എവിടെയൊക്കെ പോയി നിങ്ങള്? പാർക്കിൽ പോയി. മണ്ണി കയറി നിറങ്ങിയാവേ? മണ്ണി കയറി നിറങ്ങിയല്ല, മണ്ണിന്റെ കണ്ണിന്റെ ഇവിടെ എന്തോ എന്തെങ്കിലും കാണുമായിരിക്കും. ഞാൻ മറ്റേ മീനിന്റെ മറ്റേ മോൾഡ് പോലുള്ള സാധനം വെച്ചിട്ട് മീൻ ഉണ്ടാക്കുമായിരുന്നു മണ്ണില്. എന്റെ ദേഹം മൊത്തം അഴുകാക്കി. ഇനിയിപ്പോ കുളിക്കാലോ. എന്നിട്ട് ഓറിയ വേണോ? ഒന്നും മേടിച്ചു കൊടുക്കില്ല നമ്മൾ പറയുകയും ചെയ്യും, എല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ നമ്മളിതാ പിള്ളേരെ ഡെബിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഡേറ്റ് നൈറ്റ് പോവാണ്. എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എവിടെയാ പോകുന്നത്? എവിടെയാണ് പോണെന്ന് പറയുന്നില്ല. ഓക്കെ. അവൻ കുക്ക് ചെയ്യാൻ എന്തോ പഠിക്കുവോ, വീഡിയോ എന്തോ കണ്ടിട്ട്. അപ്പൊ ഇന്ന് അവന് ഡെബിയുടെ വീട്ടിൽ പോയതിനു ശേഷം അവന്റെ ഡാൻസിൽ മൂവി നൈറ്റ് ആണ്. അവിടെയോ? ഓക്കെ. മൂവി നൈറ്റ് ആണ്. അപ്പോൾ അവനും അത്യാവശ്യം പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ കോപ്പർ ഹെഡ് ബ്രൂവിങ് എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് വന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ സർപ്രൈസായിട്ട് എബിയും പാറുവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് ഡേറ്റ് നൈറ്റുമായിട്ടും പിന്നെ ഇവരുമായിട്ടും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എബി അവിടെ വെളിയിൽ എന്തോ ബിസി ആയിട്ട് എന്തോ ഒരു ഫോൺ കോളായിരുന്നു ജോലിയുടെ കാര്യത്തിൽ. അങ്ങനെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിലൊരു ബീഫ് ബർഗർ ഓർഡർ ചെയ്യുന്നത്. ഓൾ താങ്ക്സ് ടു യോജി, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാനിതും പിന്നെ യോജി എന്തോ ഒരു ടാക്കോ പോലത്തെ എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ കോപ്പർ
ഹെഡ് ബ്രൂയിങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എന്തോ ആണ് കഴിക്കാൻ വന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. ഓ യാ, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും റജാന പറയുകയാണെങ്കിൽ ഇവിടെ പോകണം. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വരെയല്ലേ നമ്മുടെ കൂടെ? നമുക്ക് പോയി വീട്ടിൽ പോയി കത്തിയൊക്കെ അടിച്ചിരിക്കാം. ഉറക്കമില്ലാത്ത രാത്രികൾ കൂടിയേ ഉള്ളൂ കത്തി അടിക്കാൻ. മണിക്കൂറുകൾ മാത്രം. എന്തായാലും ഉറക്കമില്ലാത്ത രാത്രികളാണ്. അപ്പൊ പിന്നെ നമുക്ക് കൂട്ടിന് ഒരാളാവട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഉറങ്ങിപ്പോയാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ ടേക്ക് ഓവർ ചെയ്താൽ മതി. പാല് ഞാൻ പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ നീ ഫീഡിംഗ് ബോട്ടിൽ എടുത്തു അവിടെ നിന്ന്. അതാണ് ഞാനിപ്പോ നോക്കിയത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അതാണ് പറഞ്ഞപ്പോ പമ്പ് ചെയ്ത് അവിടെ കടയിലൊക്കെ ഇരുന്ന് പമ്പ് കടയിൽ അതിങ്ങനെയൊക്കെ എടുത്ത് അകത്തേക്ക്. പെട്ടി കാണുമ്പോ നിങ്ങൾ വിചാരിക്കും നമ്മൾ റിച്ച് ആണ്. അല്ല, $300 പമ്പാണ്. ഇൻഷുറൻസ് കവർ ചെയ്തോണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പോയി വീട്ടിൽ വന്ന് കുറച്ച് ഫ്രണ്ട്സായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അതൊന്നും വീഡിയോ എടുത്തില്ല, ബിക്കോസ് നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വ്ളോഗ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഇന്ന് രാവിലെ ഞാനും രവിയും ഒരു കോഫി ഡേറ്റിന് പോവുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. അപ്പോൾ കൊച്ചൊക്കെ ആയതിനു ശേഷം പോകാൻ സമയമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സ് വീട്ടിൽ ഉള്ളതുകൊണ്ട് ഞാനും രവി ഒരു കോഫി ഡേറ്റിന് പോയി കോഫിയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ അടിച്ചിട്ട്, കാരണം രവിയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം എനിക്ക് ഡെബിയായിട്ട് നല്ല ക്ലോസ് ആണെങ്കിൽ പിള്ളേരായിട്ട് അങ്ങനെ വലിയ ക്ലോസ്നെസ് ഇല്ല. ബിക്കോസ് ഞാൻ അവരെ ഡെബിനെ മാത്രമല്ലേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായ ലൈഫുണ്ട്. അവരെന്നെക്കാളും നല്ല ഏജ് കൂടുതലുമാണ്. ഐ തിങ്ക് അറൗണ്ട് 40 അങ്ങനെയൊക്കെ. അപ്പോൾ അവരായിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സ് ആവുന്നത്. സോ ഡെബിക്ക് ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഞാൻ ഡെബിയോട് പോകാൻ വേണ്ടി എന്നെ പിക്ക് ചെയ്യാൻ വരെ വന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂറായി ഡെബി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതോ ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാറാണ് ഡെബിയുടെ. നമ്മൾ പോവുക. ലിയൻ എന്നെ കാണാതെ ബാൽക്കണി കാണാതെ ഞാൻ ഓടി പോവുക. Hey Devi, sorry I took forever. Yeah. Okay. Are you going to Thatcher Tim Hortons? Yes. Okay. അങ്ങനെ നമ്മുടെ ഇവിടെ ടിം ഹോട്ടൻസിൽ കോഫി ഡേറ്റിന് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ എന്തായാലും നമ്മുടെ വിന്നർ അനൗൺസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ വിന്നർ എന്ന് വെച്ചാൽ ബ്ലാക്ക് സെലക്ട് ചെയ്ത ആളായിരിക്കും. സോ അത് ഞാൻ വീണ്ടും യൂട്യൂബ് റാൻഡം കമൻസ് ഇട്ടിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഇനി അടുത്ത ഭാഗം. അങ്ങനെ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് പറയാമോ? ബ്ലാക്ക് ആണ് യോജിമോൻ്റെ ഫേവറേറ്റ് കളർ. അപ്പോൾ നമ്മുടെ ആളെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. സോ വിന്നർ എന്ന് വെച്ചാൽ നമ്മുടെ ഷേർലി ജോർജ് 5671. ഇതാണ് നമ്മുടെ വിന്നർ. അപ്പോൾ ആ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഗിവ് അവേ നമ്മൾ ഡയറക്റ്റ്ലി അവർ കോൺടാക്ട് ചെയ്യാൻ. ഓ അല്ല, അത് കാണിക്കണ്ട. ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. അപ്പം ഞാൻ അത് ആഡ് ചെയ്യും ബ്ലോഗ് കയറ്റുമ്പോഴത്തേക്കും. സോ അതാണ് വിന്നർ. ദയവിത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ കിടപ്പുണ്ട്, tanvibusiness2024@gmail.com. നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ തന്നെ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ നോക്കുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ വിന്നർ. That's it. Congrats guys. അങ്ങനെ നമ്മൾ കോഫി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോകാൻ പോവുകയാണ്. സോ നമ്മുടെ വിന്നർ എന്താണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.